അരയാൽ വൃക്ഷത്തിന്റെ മുകളിൽ നിന്നും കീഴോട്ട് വരുന്ന ശാഖകൾ ഭൂതലത്തിൽ വന്നു ചേരുന്നു. ഐഹികമായ ലോകത്തെ അത് പരാമർശിക്കുന്നു. ഇത് തത്വമസിയിലെ 5-ാം ഉദാഹരണത്തിൽ വരുന്നുണ്ട്. സംസാരത്തെ ഉളവാക്കുന്നത് നാനാർത്ഥ പ്രകാശനം നടത്തുന്ന വാക്കുകൾ ആണ്. വാക്കുകൾ ഗുണധർമ്മങ്ങളെ വിവരിക്കുന്ന നാമങ്ങൾ ആണ്. നാനാ വിഷയങ്ങളെ വ്യവഹരിക്കുന്നതിന് ഓരോ വിഷയത്തിൻ്റെയും ഗുണധർമ്മത്തെ സൂചിപ്പിക്കുന്ന നാമങ്ങളുണ്ട്. വാക്കുകളുടെയും വാക്യാർത്ഥത്തിൻ്റെയും കാര്യപ്രപഞ്ചം തമ്മിൽ സ്വരൂപം ആകാത്തിടത്തോളം കാലമോ ദേശമോ ഉണ്ടായിരിക്കുകയില്ല. അതുകൊണ്ട് കാലത്തിൻ്റെ ആദി എന്ന് വിളിക്കാവുന്നത് അദൃശ്യമായ കാരണത്തിൽ നിന്നായതുകൊണ്ട് അതിനെ ഊർധ്വം എന്ന് പറഞ്ഞിരിക്കുന്നു. മുകളിൽ എന്ന് പറഞ്ഞിരിക്കുന്നത് കൊണ്ട് അത് ആകാശത്തിനും അപ്പുറം എന്നല്ല, സർവശ്രേഷ്ഠം ആയിരിക്കുന്നത് എന്ന് അറിയണം. ഇത് അറിയാത്തത് മൂലമുള്ള വ്യഥകളാണ് തത്വമസിയിലെ 2-ാം ഉദാഹരണത്തിൽ എടുത്ത് കാണിക്കുന്നത്.